ഇന്ന് വന്നിരിക്കുന്നത് മെറിംഗ് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്, അല്ലെങ്കിൽ മെറിംഗ് കിസ്സസ് എന്നും പറയും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുക്കീസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിൽ 3 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബൗൾ ക്ലീൻ ആയിട്ടുള്ള ബൗളായിരിക്കണം കേട്ടോ. ഇനി 1/4 കപ്പ് ഫൈൻ ഷുഗർ എടുത്തിട്ടുണ്ട്. ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ഷുഗറാണ് നിങ്ങളെ കയ്യിലെന്നുണ്ടെങ്കിൽ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാം. ഇനി എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യരുത്, ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് സ്പീഡ് കൂട്ടി വരാം. എഗ് വൈറ്റ് ഒന്നിങ്ങനെ ഫോമായി വന്നാൽ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ കുറേശ്ശെ പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര മുഴുവനോടെ ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ എഗ് വൈറ്റ് നിന്ന് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും ആയാൽ മതി. ഇപ്പോൾ എഗ് വൈറ്റ് നന്നായിട്ട് സ്റ്റിഫ് പീക്കായി വന്നിട്ടുണ്ട്. ഇനി ബീറ്റർ മാറ്റി വയ്ക്കാം. ഞാനിപ്പം ഈ ഒരു മിക്സ് 3 ബൗളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 3 ബൗളിൽ ഞാൻ 3 കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കളർ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുക്കീസ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ബാറ്റർ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. 2 കളർ വീതമാണ് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുന്നത് കേട്ടോ. ഒരു പൈപ്പിംഗ് ബാഗിൽ 2 കളർ വീതം ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ മിൽട്ടൻ്റെ 1M നോസിലും 2D നോസിലും വെച്ചിട്ടാണ് ഈ കുക്കീസ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ഒരു ബേക്കിംഗ് ട്രേയിലാണ് കുക്കീസ് ചെയ്തെടുക്കുന്നത്. ബേക്കിംഗ് ട്രേയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുക്കീസ് ഓരോന്ന് വീതം ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇതിപ്പോൾ വിൽട്ടൻ്റെ 1M നോസിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. റോസറ്റൊക്കെ ചെയ്യുന്ന ആ ഒരു നോസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് വിൽട്ടൻ്റെ 2D നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ട്രേയിൽ കുറച്ച് ബാറ്റർ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മുകളിലായിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. റോസറ്റ് ചെയ്യുന്ന നോസിൽ വെച്ചാണ് ചെയ്യുന്നത്. ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കണം. 100 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കുക. സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പാനിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാന് നമ്മൾ 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കുക്കീസ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഓവൻ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂറാണ് ടൈം സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടത്. 1 മണിക്കൂറിന് ശേഷം ഓവൻ ഓഫായി കഴിഞ്ഞാൽ നമ്മൾ കുക്കീസ് ഓവനിൽ എടുക്കരുത്. 2 മണിക്കൂർ വീണ്ടും ഓവനിൽ തന്നെ ഈ ഒരു കുക്കീസ് വയ്ക്കണം. അപ്പോഴേ കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു മോൾഡിൽ കുക്കീസ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു പാന് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചത്. പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് നമുക്ക് ഈ മോൾഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് 35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. 35 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടി പാൻ അടച്ച് വയ്ക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കീസ് എടുക്കാം. അപ്പോൾ ഇതാ കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓവനിൽ വെച്ചതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ചതും നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 മുട്ടയുടെ വെള്ള ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കുക്കീസ് ഇതുപോലെ ചെയ്തെടുക്കാം. കുക്കീസ് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുക. 2 ആഴ്ചയോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഒന്ന് കുക്കീസ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് കമൻസ് അറിയിക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.